Hi, hello and welcome back to my channel Sci Tech. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പൊ ഇന്ന് ക്ലാസ് 10 മാത്സിന്റെ കോർഡിനേറ്റ്സിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കോർഡിനേറ്റ്സിന്റെ സെക്കൻഡ് എക്സസൈസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡ് എക്സസൈസിൽ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ all rectangles below have sides parallel to the axis. Find coordinates of remaining vertices of each. നമുക്കൊരു 3 റെക്ടാങ്കിൾസ് തന്നിട്ടുണ്ട്, അതിന്റെ 2 കോർഡിനേറ്റ്സ് വീതം തന്നിട്ടുണ്ട്. ആൻഡ് ബാക്കി 2 കോർഡിനേറ്റ്സും കൂടെ, ബാക്കി 2 കോർണേഴ്സിന്റെ കോർഡിനേറ്റ്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് റെക്ടാങ്കിൾ ഇതാണ്. ആൻഡ് അതിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നേക്കുന്നത് 2, 4 ആൻഡ് ഇവിടെ തന്നേക്കുന്നത് -2, 3 ആണ്. അപ്പൊ നമുക്ക് ഈ 2 കോർണേഴ്സിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് കോർഡിനേറ്റ്സ് എഴുതുമ്പം സെയിം വെർട്ടിക്കൽ, ഈ ഒരു ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണെങ്കിൽ അതിന്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അതല്ല ഹൊറിസോണ്ടൽ ലൈൻസിലുള്ള പോയിന്റ്സ്, ഇപ്പൊ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അതിലുള്ള പോയിന്റ്സ് ആണെങ്കിൽ അതിന്റെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ 0, 1 പോയിന്റ് 1 ആണെങ്കിൽ, പോയിന്റ് 2 ആണെങ്കിൽ 0, 2, പോയിന്റ് 3 ആണെങ്കിൽ 0, 3. ഇതിന്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ്? സെയിം ആണ്. ഇനിയിപ്പോ എക്സ് ആക്സിസില് 1 എന്ന് പറഞ്ഞ പോയിന്റില് 1, 0, 2 എന്ന് പറയുന്ന പോയിന്റില് 2, 0, 3 എന്ന് പറയുന്ന പോയിന്റില് 3, 0 അങ്ങനെയായിരിക്കുമല്ലേ. അപ്പൊ അതിന്റെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആണ്. സോ വെർട്ടിക്കൽ ലൈൻസിൽ വരുന്ന പോയിന്റ്സിൽ എക്സ് കോർഡിനേറ്റ്, അതിന്റെ കോർഡിനേറ്റ്സിൽ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന സെയിം പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സും സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാം, ഇവിടെ ഈ പോയിന്റ് എങ്ങനെയാ? സെയിം ലൈനിലാ. അത് എങ്ങനത്തെ ലൈനാ? ഹൊറിസോണ്ടൽ ലൈനാ. ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ വൈ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ വൈ കോർഡിനേറ്റ് എന്താ? 3 ആണ്. അപ്പൊ ഇവിടെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. ആൻഡ് ഈ 2 പോയിന്റ്സ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ലൈനിലാണ്. വെർട്ടിക്കൽ ലൈനിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താ? 2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും എക്സ് കോർഡിനേറ്റ്? 2. സോ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 2, 3. ഇനി ഈ പോയിന്റ്, ഇവിടെ എക്സ് കോർഡിനേറ്റ്, ഇത് പെർപെൻഡിക്കുലർ വെർട്ടിക്കൽ ലൈൻ അല്ലേ, അപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. സോ -2 ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഇവിടെ വൈ കോർഡിനേറ്റ് 4 ആണ്. അപ്പൊ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 4. അപ്പൊ -2, 4 ആയിരിക്കും ഈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ തന്നിരിക്കുന്ന റെക്ടാങ്കിൾ വരയ്ക്കാം. ഈ പോയിന്റ് -1, -2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇത് 2, -4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ 2 കോർണേഴ്സിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആണല്ലേ. അപ്പൊ ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആകുമ്പം അതിന്റെ ഈ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സിലെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇത് 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2. ഇനി അതിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ഏതാ? ഇതാണ്. ഇവിടെ വൈ കോർഡിനേറ്റ് എന്താ? -2. അപ്പൊ ഇവിടെ എന്ത് വരും? -2. ഇനി ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. സോ -1 ഇവിടെ വരും. ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. അപ്പോ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോ ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണ്. സോ -4 എന്ന് വന്നു. സോ -1, -4. ഇനിയിപ്പം ഒരു റെക്ടാങ്കിളും കൂടി ഉണ്ട്. ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം.
ഓക്കെ, അവിടെ തന്നേക്കുന്നത് നമുക്ക് മൊത്തം 3 എണ്ണം അല്ല കേട്ടോ, മൊത്തം നമുക്ക് 5 എണ്ണം ഇല്ല 3 എണ്ണം ഉള്ളൂ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു 4 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ തേർഡ് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളില് ഈ പോയിന്റ് -1 3 ആണ് ആൻഡ് ഈ പോയിന്റ് 2 6 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിപ്പം ഹൊറിസോണ്ടൽ ലൈൻ ആണ്, y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ എന്ത് വരും? 3. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ, അപ്പൊ x കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് -1. ഇവിടുത്തെ y കോർഡിനേറ്റ് ഇവിടെ വരും 6, ഇവിടുത്തെ x കോർഡിനേറ്റ് ഇവിടെ വരും 2. അപ്പൊ 2 3 -1 6. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ സെക്കൻഡ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, without drawing coordinate axis, mark each pair of points below with left, right, top, bottom position correct. Find the other coordinates of rectangles drawn with these as opposite vertices and sides parallel to the axis. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു 4 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആൻഡ് നമുക്ക് 2 പോയിന്റ്സ് വെച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്സിസ് ഒന്നും വരയ്ക്കാൻ പാടില്ല. ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ റെക്ടാങ്കിള് കംപ്ലീറ്റ് ചെയ്യാം. റിമൈനിങ് 2 കോർണേഴ്സിന്റെ കൂടി നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 പോയിന്റ്സ് തന്നിരിക്കുന്നത് 1 3 5 ആണ്, സെക്കൻഡ് 1 7 8 ആണ്. അപ്പോ 3 5 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആ പോയിന്റ് എടുത്തു 3 5. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? എക്സ് ആക്സിസിൽ നിന്ന് അത് 3 പോയിന്റ്സ് അകലെയാണ്. എക്സ് കോർഡിനേറ്റ് എന്താണ്? എക്സ് ആക്സിസിൽ നിന്ന് 3 അകലെയാണെന്നല്ല, ഇവിടെ നിന്ന് താഴേക്ക് ഒരു ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിൽ എവിടെ ചെന്നേക്കും? 3 ചെന്നേക്കും. ഇനി y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ ചെന്നേക്കും? 5 ചെന്ന് നിൽക്കും. അപ്പൊ നമുക്ക് ഇനി അറിയാവുന്ന എന്താ? 7 8 അറിയാം. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സെയിം ലൈൻ, അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് വന്ന് അതിന്റെ എല്ലാം y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് രണ്ടാമത് തന്നേക്കുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്താ? 8 ആണ്. അപ്പൊ ഈ ലൈനിലാണോ വരുന്നത്? അല്ല, ഈ പോയിന്റിന്റെ സെയിം ഹൊറിസോണ്ടൽ ലൈനിലല്ല വരുന്നത്. ഇനി വെർട്ടിക്കൽ ലൈൻ നോക്കുവാണെങ്കിലോ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താ? 3 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താ? 7 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പെർപെൻഡിക്കുലർ ലൈനിലുമല്ല ഈ 7 8 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പൊ ആ 2 കാര്യം നമുക്ക് മനസ്സിലായി. ഒരു റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ ഇവിടെ നേരെ വെർട്ടിക്കൽ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും, നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് പോയിന്റ് ഉണ്ടാവും. അതൊന്നും അല്ലാത്ത ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നേരെ ഹൊറിസോണ്ടലും അല്ല, നേരെ വെർട്ടിക്കലും അല്ല, നേരെ ഓപ്പോസിറ്റുള്ള ആ പോയിന്റ് ആണ് 7 8. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയുള്ള എക്സ് കോർഡിനേറ്റ് എന്താ? 7 ആണ്. അപ്പോ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുമ്പോ 7 എവിടെ വരും? ഏകദേശം കുറച്ച് ഇങ്ങോട്ട് മാറി 7 വരും. അപ്പൊ അതിന്റെ y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? ഇതിന്റെ y കോർഡിനേറ്റ് തന്നെയായിരിക്കും 7 5 അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? 3 ഉണ്ട് 7 ഉണ്ട്. 7 - 3 എന്താണ്? 4 ആണ്. അപ്പൊ 4 യൂണിറ്റ്സ് റൈറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അവിടെ y കോർഡിനേറ്റ് എന്താണ്? 5 ആണ്. ഇനി ഈ 7 5ന്ന് 7 5ന്റെ y കോർഡിനേറ്റ് 5 ആണ്. അവിടെ y കോർഡിനേറ്റ് എന്ത് വരണം? 8 വരണം. പ്ലസ് 3 യൂണിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പൊ 7 5ന്ന് എന്ത് ചെയ്യണം? മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. 5നേക്കാളും കൂടുതലല്ലേ 8, സോ 3 യൂണിറ്റ്സ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഏത് പോയിന്റിലേക്ക് എത്തും? 7 8 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. അപ്പോ 3 യൂണിറ്റ്സ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലേക്ക് എത്തും? 7 8 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. അപ്പോ ഇനി നമുക്ക് എന്താ വേണ്ടത്? 4ാമത്തെ കോർണർ വേണം. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഒബ്വിയസ്ലി 4ാമത്തെ കോർണർ. ഇനി അവിടുത്തെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ?
ഈ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെ 3, ഈ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെ 8. അപ്പോൾ കോർഡിനേറ്റ് എന്തായിരിക്കും 3, 8 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 6 to 5 4, 6 to 5 4 ഇങ്ങനെ 2 പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് നോക്കുമ്പം ചെറുത് ഏതാണ്? 6 ആണോ 5 ആണോ? 5 ആണ് ചെറുത്. അപ്പൊ ആ പോയിന്റ് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എവിടെയെങ്കിലും ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. 5 4 ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 6 2 ആണ്. 6 2 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ എന്താ? 6 ആണ്. അപ്പൊ 5 ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് വരും? 6 കിട്ടും അല്ലേ? അപ്പൊ 6 അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് 6 2 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതിപ്പോ താഴേക്ക് വരും. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പൊ നമ്മൾ 5 4 ആൻഡ് 6 4 വൈ കോർഡിനേറ്റ് സെയിം ആണ്. ഇനി 6 2 എങ്ങനെ വരും? 6 2 എന്ന് പറയുമ്പം എക്സ് ആക്സിസ് വെർട്ടിക്കൽ ലൈനിൽ സെയിം വരും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അതിൽ എവിടെയോ ആണ്, മുകളിലേക്കോ താഴേക്കോ എവിടെയാണ് ആ പോയിന്റ്. ഇനി വൈ കോർഡിനേറ്റ് ശ്രദ്ധിക്കുക 2 ആണ്. ഇവിടെ 4 വന്നു. അപ്പൊ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിലും താഴേക്ക് വരും അല്ലെ? അപ്പൊ ഇവിടെ വരും ഏകദേശം 6 2. അപ്പൊ ഇനി നമുക്ക് ഫോർത്ത് കോർണർ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക 2 കോർണേഴ്സും. ആൻഡ് ഈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 5, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 2. സോ 5 2 ആയിരിക്കും കോർഡിനേറ്റ്സ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പോയിന്റ്സ് -3 5 ആൻഡ് 7 -7 1 ഇങ്ങനെ 2 പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ -3 5 -7 1. അപ്പം നെഗറ്റീവ് നമ്പർ ആണ്. നമ്മളിപ്പോ ഏത് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മള് കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് ചെറിയ എക്സ് കോർഡിനേറ്റ് നോക്കിയിട്ട് ചെറിയ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ആദ്യം മാർക്ക് ചെയ്തെന്നുള്ളൂ. ഇതിപ്പോ ഇവിടെ ഞാൻ നെഗറ്റീവില് എങ്ങനെയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ -3 5 ആദ്യം മാർക്ക് ചെയ്യാണ്. ഒരു പോയിന്റില് -3 5 എടുത്തു. ഇനി എക്സ് കോർഡിനേറ്റ് എവിടെയാ വന്നേക്കുന്നത്? -7 ആ വന്നേക്കുന്നത്. -7 എന്ന് പറയുമ്പോ എന്ത് വരും? -3യുടെ ലെഫ്റ്റിലേക്ക് വരും അല്ലെ? -3യുടെ റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ് നമ്പേഴ്സ് -2 -1 0 1 2 ആൻഡ് ലെഫ്റ്റിലേക്ക് ഒരു 4 യൂണിറ്റ് മാറുമ്പോ എന്ത് വരും? 4 യൂണിറ്റ് മാറുമ്പം -7 വരും. -7 ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 5 -7 5. ഇനി നമുക്കുള്ള പോയിന്റ് എന്താ? -7 1. ഇവിടെ വൈ കോർഡിനേറ്റ് 5 ആണ്. അപ്പൊ 1 എന്ന് പറയുമ്പം 4 യൂണിറ്റ് താഴേക്ക്, 4 യൂണിറ്റ് താഴേക്ക്. അപ്പൊ എന്ത് വരും? അവിടുത്തെ പോയിന്റ് -7 1 എന്ന് വരും. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെ. അത് മാറിപ്പോകരുത് കേട്ടോ. -3 ഇവിടുത്തെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെ 1. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫോർത്ത് വൺ -1 -2. സെക്കൻഡ് പോയിന്റ് -5 -4. ഇങ്ങനെ 2 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് -1 എടുക്കാണ്. -1 -2 മാർക്ക് ചെയ്തു. -1 -2. ഇനി എക്സ് കോർഡിനേറ്റ് ഏതാണ്? -5 ആണുള്ളത്. അപ്പൊ -1 എന്ത് ചെയ്യണം? ഒരു 4 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, 4 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും? -5 വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? -2 തന്നെയായിരിക്കും. ഇനി നമുക്ക് -5 -4 ആണ് വേണ്ടത്. -5 ഇവിടെ ഉണ്ട് ആൻഡ് -4 ഇവിടെ -2 ആണ്. അപ്പൊ -4 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് താഴേക്ക്, 2 യൂണിറ്റ് താഴേക്ക്. അപ്പൊ എവിടെ എത്തും? -5 -4. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടുന്ന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് ഏത് പോയിന്റ് കിട്ടും നമുക്ക്? അപ്പൊ ഇവിടത്തെ വൈ കോർഡിനേറ്റും -4ഉം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -1. സോ -1 -4 എന്നും കിട്ടും. അപ്പൊ ഇത്രയാണ് ഈ എക്സസൈസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയി.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടാതെ +2 മാത്സിന്റെയും +1 മാത്സിന്റെയും വീഡിയോസ് ഉണ്ട്. അപ്പൊ +2 +1 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.